100 ഡേയ്സ് ക്രോഷറ്റിന്റെ ഡേ 20 കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിനി ബോ ആട്ടോ. അതിനു വേണ്ടി ഞാൻ ഇതാ ഇവിടെ ഒരു റെഡ് നൂലും ഒരു ഹുക്കും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ കത്രിക എടുക്കണേ. അതായത് തന്നെ നമുക്ക് ഇവിടെ നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്യാം കേട്ടോ. ഞാൻ കുറേ ദിവസമായി യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ നമ്മുടെ സ്ലിപ്പ് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 13 ചെയിൻ ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ ചെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് 13 ചെയിൻ കേട്ടോ. നിങ്ങൾ ബോ ഉണ്ടാക്കുകയാണെങ്കിൽ ഏത് കളറിയാണ് യൂസ് ചെയ്താൽ ഉണ്ടാക്കാനുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ ഇതാ നമ്മുടെ ചെയിൻ ചെയ്തുകൊണ്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോ ഞാൻ എന്താ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് പറയണേ. നിങ്ങൾ പറയുന്ന സാധനങ്ങൾ ഞാൻ വലിയ വീഡിയോ ആയിട്ടും ചെറിയ വീഡിയോ ആയിട്ടും ഞാൻ ചെയ്യുന്ന കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ഗിവ് ഒക്കെ തിരഞ്ഞെടുക്കാനുള്ളത് കൊണ്ടാട്ടോ ഞാൻ പിന്നെയും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ 13 ചെയിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൂടാതെ 2 ചെയിൻ കൂടിയും എക്സ്ട്രാ ചെയ്ത് കൊടുക്കണം കേട്ടോ. 2 ചെയിൻ കൂടിയും. എന്നിട്ട് നമ്മൾ താഴോട്ടേക്ക് 3ാമത്തെ ചെയിനിലേക്ക് നമ്മൾ യാൺ ഓവർ ചെയ്തതിന് ശേഷം നമ്മൾ 3ാമത്തെ ചെയിനിലേക്ക് കയറ്റാം നമ്മൾ ഹൂക്ക്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഡബിൾ ക്രോഷ്യ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാത്തിലും നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്ത് പോകണം കേട്ടോ. ഞാൻ എന്താ ഇവിടെ എല്ലാ സ്റ്റിച്ചിലേക്കും ഡബിൾ ക്രോഷ്യ ചെയ്ത് പോകുന്നുണ്ട്. ചില സ്റ്റിച്ചുകൾ ചിലരോട് ചെയിനിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ മറന്നു പോകും കേട്ടോ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം എന്താ അറിയോ, നമ്മൾ ബോ ഉണ്ടാക്കി വരുമ്പോൾ ലാസ്റ്റ് കാണുമ്പോൾ ആ ഒരു ഭാഗം മാത്രം നമുക്ക് അവിടെ നമ്മൾ ഡബിൾ ക്രോഷ്യ ഇല്ലാത്തത് കൊണ്ട് ഒരു ഒയിനെ പോണേ കേട്ടോ ഉണ്ടാവുക. അങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ മൊത്തം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മാത്രമല്ല നമ്മൾ 2 റൗണ്ട് കൂടി ചെയ്യണം കേട്ടോ. ഇത് ചെയ്തതിന് ശേഷം പിന്നെ ഒരു റൗണ്ട് കൂടി നമ്മൾ മേലോട്ടേക്ക് ചെയ്ത് കൊടുക്കണേ ഇതുപോലെ തന്നെ. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഹുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹൈഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മൊത്തമായിട്ട്. അപ്പോൾ ഞാൻ ഇതാ ഇപ്പുറത്തെ നൂലും പിന്നെ ഞാനിതാ അപ്പുറത്തെ ഭാഗത്തുള്ള നൂല് ഞാൻ ഹൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെ പിടിക്കണം കേട്ടോ. നമ്മൾ വീഡിയോ കാണുമ്പോൾ ഇതാ ഇതുപോലെ കേട്ടോ പിടിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നടുഭാഗത്ത് ഈ നൂല് വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് നല്ല കട്ടിയിൽ തന്നെ നമുക്ക് ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാ നമ്മൾ കൂടുതലൊന്നും ചുറ്റണം, നമുക്ക് അത്യാവശ്യം ഭാഗത്തിന് നമുക്ക് ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഫൈനലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.